അവർ ബ്രസ്റ്റിന് സൈസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരുണ്ട്. ഇതുകൊണ്ട് they have been divorced. എത്രയോ ആൾക്കാർ മൂത്രമൊഴിക്കാൻ പറ്റാണ്ട് ഡെയിലി മുട്ടുസൂചി വെച്ച് കുത്തിയിട്ടാണ് ആ മൂത്രം പുറത്തോട്ട് കൊണ്ടുവരുന്നത്. ഈ 6 പാക്ക് എന്തെങ്കിലും രീതിയിൽ സർജറി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും? പിന്നെന്താ പിന്നെന്താ, ലിംഗത്തിന്റെ തൊലിയും നമ്മളുടെ സ്ക്രോട്ടത്തിന്റെ തൊലിയും ഉപയോഗിച്ചിട്ട് നമുക്ക് അത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് കുടൽ വെച്ചിട്ടുണ്ടാക്കാം. ഇതാണ് യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്സ്. ഫീൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. 100% ഫീൽ ഉണ്ടാവും. ഇപ്പോഴത്തെ പുതിയ ഇംപ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. 5th ജനറേഷൻ ഒക്കെ നിങ്ങൾ വെച്ച് വെച്ച് നിങ്ങൾക്ക് they will not be able to identify that you have had an implant. ബ്രസ്റ്റ് റിഡക്ഷന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്രസ്റ്റ് റിഡക്ഷന് സർജറീസ് ഇല്ലാണ്ട് നമുക്കത് ഇത് ചെയ്യാൻ പറ്റും. ബോട്ടോക്സിന്റെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ 4 months, മാക്സിമം 6 months ആണ് അതിൻ്റെ ലൈഫ് ഉള്ളത്. വെജേരിയുടെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു ഇത് വെച്ചിട്ട് നമ്മൾ ഡയലേറ്റേഴ്സ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ പാസ് ചെയ്ത് ഇത് ചെയ്യണം. നമ്മൾ ഈ ജെൻഡർ എഫർമേഷൻ എന്ന് പറയും, ജെൻഡറിനെ നമ്മൾ കറക്റ്റ് ആക്കുന്നു. അതിനെ നമ്മൾ കറക്റ്റ് ആക്കുന്നൊന്നല്ല, ജെൻഡറിനെ നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്നു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. ഇങ്ങനെ ആളുകള് ആക്ടേഴ്സിന്റെ ഫോട്ടോസ് ഒക്കെ കൊണ്ടുവരും. ഇപ്പൊ എനിക്ക് ഹൃതിക് റോഷന്റെ ജോലൈൻ വേണം, ടോം ക്രൂസ്, ഇപ്പൊ ഞാൻ ആൺകുട്ടിയായോട്ട് അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ടോം ക്രൂസിന്റെ പോലെ ഷാർപ്പ് നോസ് വേണം, അല്ലെങ്കിൽ സമന്തയുടെ പോലെ ചീക്ക് വേണം, ഐശ്വര്യയുടെ പോലെ കണ്ണ് വേണം, അങ്ങനെ പറഞ്ഞിട്ടൊക്കെ വരും ആളുകൾ. പിന്നെ ഫോട്ടോസ് ആയിട്ട് തന്നെ വരും. ഫോട്ടോസ് ആയിട്ട് വരും. ഇല്ലാന്ന് വെച്ചാൽ മോനെ നീ ഫോട്ടോ എടുക്കുന്നു പറയും. സോ അവരുടെ ചിലപ്പോ ജീവിതത്തിലത്തെ ഭയങ്കര ഒരു ആവശ്യമായിരിക്കും. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു, 64-year-old ലേഡി. അവര് ചെറുപ്പകാലത്ത് അവർ ടീനേജർ ആയിരുന്ന സമയത്ത് അവർക്ക് ഇത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവരുടെ മൂക്ക് ശരിയാക്കണം എന്ന് പറഞ്ഞ ആഗ്രഹമായിരുന്നു. ഓക്കെ, കുറച്ച് വിടർന്ന് മൂക്കൊന്ന് കുറച്ചൊന്ന് ഭംഗിയാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു പറ്റൂല, അവർക്ക് സ്പെസിഫിക് ഉണ്ട്, ജയഭാരതിയുടെ മൂക്കുമാരി ആക്കണം. പക്ഷെ അവർ പേരൻസ് പറഞ്ഞു പറ്റൂല, നീ കല്യാണം കഴിച്ച നിന്റെ ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു. കല്യാണം കഴിച്ചു, ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു, ഭർത്താവ് നീ വേണ്ടാണ്ടിരിക്കും, നീ നിന്റെ കാര്യം നോക്കിയിരിക്കും, എന്തെന്നായതെന്നൊക്കെ, ഇങ്ങനെ തന്നെ നീ ഭയങ്കര ഭംഗി എന്നൊക്കെ പറഞ്ഞ് ഇത് റിഫ്യൂസ് ചെയ്തു. ഭർത്താവ് മരിച്ചു കുറേ നാൾ കഴിഞ്ഞിട്ട്. പിന്നെ പിള്ളേരുണ്ടായിരുന്നു, പിള്ളേരുടെ അടുത്ത് പറഞ്ഞു എനിക്കെന്ന് വെച്ചാൽ അമ്മ ഈ പ്രായത്തിലാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. ബട്ട് ദെൻ അവർ വന്നു, അവർ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അവരെ ഇൻസിസ്റ്റ് ചെയ്തു ഡോക്ടർ അത് നോക്കൂ. ബട്ട് ഗുഡ് തിങ് ഇസ് ദറ്റ് അവർ പറഞ്ഞു എനിക്ക് എനിക്കൊരു ഭയങ്കര ആഗ്രഹമാണ്, എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ്, അതുകൊണ്ട് മാത്രമാണ് ഡോക്ടർ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്താലും മതി, എനിക്ക് നിൽക്കാനും വലിയ സർജറി അതൊന്നും പറ്റില്ല, ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു തരും. അപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് ഓക്കെ കൊള്ളാം, ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ പ്രോബബ്ലി നമുക്ക് ഫില്ലേഴ്സ് ചെയ്ത് കൊടുക്കാം. ഫില്ലേഴ്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് പിടിച്ചില്ല എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു മരുന്നുണ്ട് അതിന് വേണ്ടി, ആന്റിഡോട്ട് ഉണ്ട്, അത് ഇട്ടെന്ന് വെച്ചാൽ ഇമീഡിയറ്റ്ലി വിൽ ഗോ ഓഫ്. അപ്പോൾ ഞാനപ്പോൾ അത് ചെയ്തു കൊടുത്തു. പക്ഷെ അവരുടെ ലൈഫേ കംപ്ലീറ്റ്ലി മാറി. അതെന്ന് വെച്ചാൽ അതിനുശേഷം അവർ ഭയങ്കര എക്സ്ട്രോവേർട്ടായി. അവർ പദ്യങ്ങൾ എഴുതുന്നു, കവിതകൾ എഴുതുന്നു, അതിൻ്റെ വേണ്ടി അവരെ പല സ്ഥലങ്ങളും വിളിക്കുന്നു, മൂവീസിൽ ആക്ട് ചെയ്യുന്നു, ഡ്രാമ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. സോ ഇറ്റ് ഇസ് ലൈക്ക് നമ്മൾ അവരെ ഓരോ ആൾക്കാരെ കാണുന്ന സമയത്ത് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പറ്റണം. ആഗ്രഹത്തിന്റെ ഒരു ജെന്യുവിനിറ്റി. അതെ, റെഡ് ഫ്ലാഗ്സ് എപ്പോഴും അൺഡ്യൂ ലവ് ഫോർ യുവർ ബോഡി. ഓക്കെ, അതൊരു മനോവിഭ്രാന്തി പോലെ വരുന്ന ആളുകളുണ്ട് അല്ലേ? അത് വരുമ്പോൾ റെഡ് ഫ്ലാഗ് ആണ്. അപ്പോൾ തന്നെ നമ്മൾ അത് ചെയ്യണം. പിന്നെ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ, അതാണ് ബേസിക്. അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ഫോട്ടോ വേണ്ടെന്നിട്ട് അവർ പറയണം എനിക്ക് ഋത്തിക് റോഷൻ ആവണമെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ നമുക്കത്. ഋത്തിക് റോഷന്റെ ഫോട്ടോ കൊണ്ടുവരുന്ന യുവാക്കളുണ്ടോ? ഋത്തിക് റോഷന്റെ ഫോട്ടോ കൊണ്ടുവന്ന യുവാവൊന്നുമില്ല, ബട്ട് വേറെ പല ആൾക്കാരെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ബട്ട് we have to tell them other say I don't have the skills for doing that. You can go elsewhere and find out any other people. Wish you all the best. എസ്തെറ്റിക് സർജറീസിൽ വളരെ പ്രാധാന്യമുള്ളതും അല്ലെങ്കിൽ ഇപ്പോൾ വളരെ പ്രസിദ്ധി ആർജിച്ചു വരുന്ന ഒരു ഏരിയ ആണല്ലോ ഈ ബ്രസ്റ്റ് എൻലാർജ്മെന്റ് സർജറി ആൻഡ് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി. ഇപ്പോൾ നേരത്തെ നമ്മൾ സർപ്രൈസിന്റെ കാര്യം പറഞ്ഞല്ലോ. പണ്ട് അമേരിക്കൻ സിറ്റ്കോം സീരീസുകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു. അതായത് പാർട്ട്ണറിന്റെ ആനിവേഴ്സറിക്ക് ബ്രസ്റ്റ് എൻലാർജ്മെന്റ് സർജറി നടത്തിയിട്ട് സർപ്രൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന നായിക, അങ്ങനത്തെ ഒരു റോംകോമിലൊക്കെ അങ്ങനെ ഒരു ഏരിയ ഉണ്ടാവായിരുന്നു. അങ്ങനെ സിനിമകളൊക്കെ ഉണ്ട്.
അപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ ഭർത്താവിനെ എനിക്ക് എന്റെ ആനിവേഴ്സറിക്ക് സർപ്രൈസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒരു സ്ത്രീ ബ്രസ്റ്റ് എൻലാർജ്മെന്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള അങ്ങനത്തെ ജെന്യൂൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ആ. ഉണ്ട്. ചിലത് അങ്ങനെ വരാറുണ്ട്. ചില ആൾക്കാരെന്ന് വെച്ചാൽ അവര് റിജക്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരുണ്ട്. They ഇതുകൊണ്ട് have been divorced because അവരുടെ ബ്രസ്റ്റിന് സൈസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ്. they have been divorced because of that. ചില സമയത്ത് ഭർത്താവ് വേറെ ആൾക്കാരോട് പോവാറുണ്ട്. ചില സമയത്ത് അവരുടെ എന്താ പറയുന്നത്, അവർക്ക് ഭയങ്കര സൈക്കോളജിക്കൽ ട്രോമ ഉണ്ടാക്കുന്ന ഇതാണ്. എസ്പെഷ്യലി ആഫ്റ്റർ സം ടൈം. ഇപ്പം ഒരു 1-2 ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ചില ആൾക്കാർക്ക് സാഗിങ് ബ്രസ്റ്റ് ഒക്കെ ആണെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര സൈക്കോളജിക്കൽ ട്രോമ ഉണ്ടാവുന്നതുണ്ട്. ചില ആൾക്കാർ ഭർത്താക്കന്മാരുടെ ഭയങ്കര വിയേർഡ് റിക്വസ്റ്റ് ഒക്കെ ആയിരിക്കും. അങ്ങനെയും ആൾക്കാർ വരാറുണ്ട്. വിയേർഡ് റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഇവര് വേറെ ഓരോ ഫിലിംസ് ഒക്കെ കണ്ടിട്ട് അവര് എന്താ വലിയ ബ്രസ്റ്റുള്ള സ്ത്രീകളെ അങ്ങനെയൊക്കെ കണ്ടിട്ട് then they will require അവരുടെ അങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വൈഫിന് ഇൻസെക്യൂരിറ്റി വരുന്നു. അപ്പോൾ വൈഫിന് അത് കൂട്ടണം എന്ന് പറയുന്നു. എന്നിട്ട് അങ്ങനെയും വരാറുണ്ട്. അതൊക്കെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് യു സീ ദാറ്റ് ബിക്കോസ് ദേ വിൽ ബി, ഞാൻ പറഞ്ഞില്ല, അവരുടെ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ആണെന്ന് വെച്ചാൽ യു ഹവ് ടു ജഡ്ജ് വെരി കെയർഫുള്ളി. യു ഹവ് ടു സീ അവരുടെ ഫാമിലി സിറ്റുവേഷൻ. യു ഷുഡ് ബി ഏബിൾ ടു അസസ് ദാറ്റ് ആൻഡ് ദെൻ യു ഹവ് ടു ടേക്ക് എ കോൾ വെദർ യു ഷുഡ് ഡു ഇറ്റ് ഓർ നോട്ട്. പിന്നെ ദർ ആർ ഇംപ്ലാന്റ്സ് ഫോർ ഡൂയിങ് ഇറ്റ്. അങ്ങനത്തെ ഇംപ്ലാന്റ്സ് അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് ഇംപ്ലാന്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ, പക്ഷെ അതൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് വരുത്തിക്കേണ്ടി വരും. ഇമ്പോർട്ട് ചെയ്ത് വരുത്തിക്കേണ്ടി വരും. എല്ലാം ഇമ്പോർട്ടഡ് ആണ്. ബട്ട് അതൊന്നും ഇന്ത്യയിൽ വെക്കുന്ന സാധനങ്ങളല്ല. അപ്പോൾ അത് നമ്മൾ ഇന്ന സാധനമാണെന്ന് വെച്ചാൽ ദെൻ അവർ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് അവിടെ നിന്ന്, എന്താ വെച്ചാൽ വേൾഡിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഈ ബ്രസ്റ്റ് എൻലാർജ്മെന്റ് സർജറീസ് ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ സാധാരണ ഇംപ്ലാന്റ്സ് വെക്കുക എന്നുള്ളതാണല്ലോ. ഇംപ്ലാന്റ്സ് മാത്രമല്ല ഫാറ്റ് ചെയ്യാറുണ്ട്. ഫാറ്റ് ചെയ്യാന്നുണ്ടല്ലോ. ഇതിന് ശരിക്കും ഫീൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. 100% ഫീൽ ഉണ്ടാവും. ഇപ്പോഴത്തെ പുതിയ ഇംപ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. എന്താ പറയുന്ന 5th ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ 6th ജനറേഷനും വന്നിട്ടുണ്ട്. 5th ജനറേഷനൊക്കെ നിങ്ങൾ വെച്ച് വെച്ചാൽ നിങ്ങൾക്ക് ദേ വിൽ നോട്ട് ബി ഏബിൾ ടു ഐഡന്റിഫൈ ദാറ്റ് യു ഹാവ് ഹാഡ് എ ഇംപ്ലാന്റ്. അല്ലെങ്കിൽ യു ഷുഡ് ബി എ പേഴ്സൺ ഹു നോസ് ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ്. അങ്ങനെയാണെന്ന് വെച്ചാൽ യു വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ. അല്ലാതെ വെരി ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ. ഇതിന് ബ്രസ്റ്റ് ഇംപ്ലാന്റ്സിനും അല്ലെങ്കിൽ ബ്രസ്റ്റ് എൻലാർജ്മെന്റിനും ഈ ലൈംഗികതയുമായിട്ടും കൂടിയിട്ടാണല്ലോ ആളുകൾ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങളിലെ വലുപ്പം കൂട്ടുന്നതും ആ സ്ഥലങ്ങൾക്കൊരു എന്താ പറയാ സൗന്ദര്യാത്മകമായിട്ടൊരു ഭംഗിയല്ല, ഈ പറഞ്ഞ പോലെ ലൈംഗിക വീഴ്ചയിൽ അതിനൊരു ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയി വരുന്ന അവസ്ഥകൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിട്ട് വരുന്ന ദമ്പതികളുണ്ടോ? ഉണ്ട്. എന്തൊക്കെയാ അവര് തുറന്ന് സംസാരിക്കുക ഡോക്ടറുടെ അടുത്ത്? അല്ല, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവർ സംസാരിക്കും എന്ന് വെച്ചാൽ യൂഷ്വലി. ആൻഡ് അത് ആ കാര്യങ്ങൾ ഐ വിൽ നോട്ട് റിവീൽ എനിവേ, ബിക്കോസ് ദാറ്റ് ഈസ് പേഴ്സണൽ ബിറ്റ്വീൻ മീ ആൻഡ് മൈ പേഷ്യന്റ്. ഐ കനോട്ട് റിവീൽ അങ്ങനത്തെ കാര്യങ്ങൾ. ബട്ട് ദർ ആർ പീപ്പിൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. പലപ്പോഴും ഭാര്യയും ഭർത്താവുമായിട്ട് വരുന്നുണ്ടായിരിക്കും. സംടൈംസ് ആക്ച്വലി ഹസ്ബൻഡ്സ് ഓൾസോ വിൽ എനിക്കറിയില്ല എന്താ കാര്യം, ബട്ട് ആൾക്ക് ഭയങ്കര ഇതാണ്. പിന്നെ വോട്ട് ടു ഡു. ഇപ്പം അവരുടെ ആഗ്രഹം അങ്ങനെയാണെന്ന് വെച്ചാൽ സി ദ തിങ് ഇസ് നോ, പല ആൾക്കാരും എസ്പെഷ്യലി ബിഫോർ ചൈൽഡ് ബർത്ത് ബ്രസ്റ്റ് ഫീഡിങ് ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ എസ്പെഷ്യലി മലയാളീസും മിക്കവാറും ആൾക്കാർ ബ്രസ്റ്റ് ഫീഡ് ചെയ്യും. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അതിനകത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മെനി പീപ്പിൾ വോണ്ട് ടു ഗെറ്റ് സം ചേഞ്ചസ് ഡൺ. ബട്ട് അത് വെരി അൺറിയലിസ്റ്റിക് ആയിട്ടൊന്നും ഞാൻ പറയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഓരോ ആൾക്കാർക്ക് ഓക്കെ ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു, വൈ നോട്ട്, അങ്ങനെ ആക്കാൻ പറ്റുകയാണെങ്കിൽ വൈ നോട്ട്. സോ ദെൻ യു ഹെൽപ് ദം ഔട്ട്. ഫൈൻ. ഇപ്പൊ ഒരു ബ്രസ്റ്റ് എൻലാർജ്മെന്റ് സർജറിയോ അല്ലെങ്കിൽ റിഡക്ഷൻ സർജറിയോ ചെയ്തത് നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ ബാധിക്കോ? ഇല്ല. ഫൈൻ. ആ പ്രോസസ്സിനെ ബ്രസ്റ്റ് റിഡക്ഷൻ ബാധിക്കാം. കാര്യം എന്ന് വെച്ചാൽ ബ്രസ്റ്റ് റിഡക്ഷനിലെ വോളിയം കുറയ്ക്കല്ലേ. അപ്പൊ അത് നമ്മൾ അപ് ഫ്രണ്ട് നമ്മൾ ചോദിക്കും. അതായത് ഏജ് വെച്ചിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ ചില ഇതിപ്പം അൺമാരിഡ് കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ മാരിഡ് ബട്ട് നോട്ട് യെറ്റ് കുട്ടികൾ ഉണ്ടായിട്ടില്ല, അല്ല ഇനിയും കുട്ടികൾ ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ വെച്ചാൽ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മൾ അവരുടെ അടുത്ത് പറയും, ഇതാണ് ഇഷ്യൂ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചിലപ്പോൾ നമുക്ക് 30% ഉണ്ടാവുള്ളൂ. ഗ്ലാൻസ് നമ്മൾ 70% അവരുടെ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് നമ്മൾ പോകാൻ വെച്ചാൽ 70% ഗ്ലാൻസ് എടുത്ത് മാറ്റേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം വരാം.
പിന്നെ ഓൾവേസ് നമ്മൾ റിഡക്ഷൻ്റെ സമയത്ത് വി ടെൽ ദം വാണ്ട് ദം അബൌട്ട് സെൻസേഷൻ ചിലപ്പോൾ കുറയാം, ബ്ലണ്ടിങ് ഓഫ് സെൻസേഷൻ കുറച്ച് വികാരങ്ങൾ കുറയും. അല്ല, അവിടെ തൊടുന്ന സമയത്ത് സ്പർശ ഇത് കുറച്ച് കുറയും. ഓ ഓ ഓ അങ്ങനെ അവരടുത്ത് അപ്പോൾ പറയും. ഓ സെൻസേഷൻ മാത്രമാണ്, അല്ലാണ്ട് വേറെ വികാരങ്ങളൊന്നും അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം. വി ഡോണ്ട് നോ, അത് ചില ആൾക്കാർക്ക് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പം ഫീഡിങ് വേണമെന്ന് വെച്ചാൽ അതിന് വേറെ ടൈപ്പ് സർജറീസ് ഉണ്ട്, ബ്രസ്റ്റ് റിഡക്ഷൻസ് ചെയ്യാം. അപ്പോൾ വോളിയം കുറയ്ക്കാണ്ട്, അധികം വോളിയം കുറയ്ക്കില്ല, പക്ഷേ അതേസമയത്ത് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിപ്പോ ഒരിടയ്ക്ക് സർജറിയെ വേണ്ടാതെ ഇതിനുള്ള റെമഡീസ് ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അത് എത്രമാത്രം? ബ്രസ്റ്റ് റിഡക്ഷന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്രസ്റ്റ് റിഡക്ഷന് സർജറീസ് ഇല്ലാണ്ട് നമുക്കത് ഇത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. എൻലാർജ്മെന്റിന് സർജറീസ് ഇല്ലാതെ പോസിബിൾ ആണ് അല്ലേ? അതിനകത്തും മേജർ സർജറീസ് ഇല്ലാണ്ട് നമുക്കിപ്പോൾ ഫില്ലേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് എത്ര കാലം ഇത് നിലനിൽക്കും? അല്ലെങ്കിൽ ഇതിനൊരു ഇടയ്ക്കിടയ്ക്ക് ഒരു അഡീഷൻസ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും രീതിയിലൊരു ഇൻസ്റ്റാൾമെന്റ് പോലെ എന്തെങ്കിലും രീതിയിൽ ഇതിനെ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ബോട്ടോക്സിനൊക്കെ, ബോട്ടോക്സ് സർജറീസിന് നമ്മൾ ജനിക്കുന്ന ദിവസം, നമ്മൾ ജനിച്ച ദിവസം ഉണ്ടല്ലോ, ആ ദിവസം മുതൽക്ക് യു ഹാവ് സ്റ്റാർട്ടിങ് യുവർ ഏജിങ് പ്രോസസ്. ഓക്കെ. ഏജിങ് എന്തായാലും നമ്മുടെ കൂടപ്പുറപ്പാണ്, അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെ ഇപ്പോൾ ചെയ്തു എന്ന് വെച്ചാലും അതൊരു ചെറിയൊരു ബ്രേക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ചെറിയൊരു റിവേഴ്സൽ, ഒരു കുറച്ച് അടികൾ പിന്നോട്ട് പോയിട്ടുണ്ട്, പക്ഷെ അവിടുന്ന് വീണ്ടും നമ്മൾ സ്റ്റാർട്ടാക്കുകയാണ്. അപ്പോൾ അത് ഇത് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, റിന്യൂ ചെയ്യേണ്ടി വരും. ബോട്ടോക്സിൻ്റെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ 4 months മാക്സിമം 6 months ആണ് അതിൻ്റെ ലൈഫ് ഉള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ചില കണ്ടീഷനിൽ, സേ ഫോർ എക്സാമ്പിൾ ബോട്ടോക്സ് നമ്മൾ കൈപ്പത്തിയുടെയും അല്ല നെറ്റിയുടെയും ഇവിടെയൊക്കെ കക്ഷത്തൊക്കെ ഈ ഹൈപ്പർ ഹൈഡ്രോസിസ്, അതായത് വേർപ്പ് വരുന്ന ഇതുണ്ട്, അതിനകത്ത് നമ്മൾ ബോട്ടോക്സ് ഇഞ്ചെക്ട് ചെയ്യാറുണ്ട്. അവിടെ ബോട്ടോക്സ് ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് അതിന് 8 months വരെ ലൈഫ് കിട്ടും. അപ്പോൾ അത് ഓരോ സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഈ 8 months കഴിഞ്ഞ് ഇതിന്റെ എഫക്റ്റ് പോവും? അതിന് എഫക്റ്റ് പോവും, അത് പെർമനന്റ് സാധനമല്ല. ഫില്ലേഴ്സിൽ തന്നെ ഒരു 5-8 ടൈപ്പ് ഫില്ലേഴ്സ് ഉണ്ട്. അതിനകത്ത് ഓരോ ടൈപ്പ് ഫില്ലറിനും ഓരോ ലൈഫാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ഈ സ്കിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് സാധനം സ്കിന്നിൻ്റെ മുകളിൽ ചെയ്യുന്ന സാധനം, ഇറ്റ് ഇസ് ഗോട്ട് ലൈഫ് ഫുള്ളി അറൌണ്ട് 9 months. അതേ സമയത്ത് നമ്മൾ ഡീപ്പ് ബോണിൻ്റെ മുകളിൽ ചെയ്യുന്ന ഫില്ലേഴ്സ് ഉണ്ട്, അതാണ് ഏറ്റവും മാക്സിമം ക്രോസ് ലിങ്കിങ്ങും മാക്സിമം ടൈറ്റ്നെസ്സും ഉള്ള സാധനം. അതിനൊക്കെയാണെന്ന് വെച്ചാൽ എൻഡ് ഓഫ് 2 years 50% വിൽ ബി റിമൈനിങ്. അപ്പോൾ അതിനകത്ത് മാക്സിമം ലൈഫ് വരുന്നത്. പിന്നെ ചലനം കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്തു എന്ന് വെച്ചാൽ ആയുസ് കുറവായിരിക്കും. അതായത് നമ്മൾ കൺബോള എപ്പോഴും അടഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കൺബോളയുടെ അടിയിലത്തെ നമ്മൾ ഇത് ചെയ്തു വെച്ചാൽ ഇറ്റ് ഇസ് ഗോട്ട് ആൻഡ് ഒന്നത് സോഫ്റ്റ് ഫില്ലറാണ്. അപ്പോൾ അതിൻ്റെ ലൈഫ് കുറച്ചും കൂടി കുറവായിരിക്കും. ഇറ്റ് പ്രോബബ്ലി ഒരു 14 months to 18 months ആയിരിക്കും അതിൻ്റെ ലൈഫ് ഉണ്ടാവുന്നത്. ലിപ്പിലും അതുപോലെ തന്നെ നമ്മളൊരു 14 months to 18 months നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ലിപ്പിൽ നമ്മൾ കുറച്ചുകൂടി തിക്കറായിട്ടുള്ള സാധനം ഇടും. അപ്പോൾ അങ്ങനെ ഓരോ പ്രോഡക്ട്സിൽ വ്യത്യാസമുണ്ട്. ജോ ലൈനിൽ ചെയ്യുന്ന ഫില്ലേഴ്സ് എലാസ്റ്റിക് ഫില്ലേഴ്സ് ആണ്, അതായത് അതിനകത്ത് കുറേ എലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. കാരണം വെച്ചാൽ മുഖത്തുള്ള ഓൺലി ബോൺ ദറ്റ് മൂവ്സ് ഇൻ യുവർ ഫേസ് ഇസ് ദ മാൻഡിബിൾ. ഈ താടിയുടെ എല്ല് മാത്രമേ ചലിക്കുള്ളൂ. അപ്പോൾ അവിടെ ഇടുന്ന സാധനം എപ്പോഴും മൂവ്മെന്റ് അല്ലേ, അപ്പോൾ അതിന്റെ ആ ഫില്ലേഴ്സിന്റെ പ്രോപ്പർട്ടി ഈസ് മോർ എലാസ്റ്റിക്. അങ്ങനെ ഈ 6 pack എന്തെങ്കിലും രീതിയിൽ സർജറി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും? പിന്നെന്താ 6 pack ബേസിക്കലി നമുക്ക് അത്യാവശ്യം നല്ല ബോഡിയാണ്. 6 pack ഒന്നുമില്ല, അത്യാവശ്യം ഫേം ആണ്, ടോൺഡ് ആണ്, ഈ മസിലൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഇതാണെന്ന് വെച്ചോളൂ. അങ്ങനത്തെ ഒരാൾക്ക് പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അയാൾക്ക് 6 packs വരുന്നില്ല എന്ന് വെച്ചാൽ നമ്മളപ്പോൾ ഉണ്ടാക്കി കൊടുക്കും. അത് നമ്മൾ ഹൈ ഡെഫിനീഷൻ ലൈപ്പോസക്ഷൻ എന്ന് പറയും, അങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്. ഹൈ ഡെഫിനീഷൻ ലൈപ്പോസക്ഷൻ, അതായത് നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്കറിയാം 6 packs എന്ന് പറഞ്ഞാൽ വെച്ചാൽ സെൻറ്ററിൽ നല്ലതായിട്ട് കുഴി വേണം, ഡെപ്ത് വേണം. ഓക്കെ. പിന്നെ ഈ സൈഡ്സിൽ, അതായത് സെമിലോണാർ ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, സൈഡ്സിലെ ലൈൻ, അവിടെയും നല്ല ഡെപ്ത് വേണം. പിന്നെ ഇതിങ്ങനെ ഓരോ കട്ടിങ്സ് വേണം. ആ കട്ടിങ്സ് ഓരോ ആൾക്കാർക്ക് ഓരോ സ്ഥലത്തായിരിക്കും കട്ടിങ്സ്, അല്ലെങ്കിൽ ഡിഫൈൻഡ് ഇതില്ല. ചില ആൾക്കാർക്ക് കട്ടിങ് സ്ട്രെയിറ്റ് പോലും ആയിരിക്കില്ല, ഒരു കട്ടിങ് ഒരു സ്ഥലത്തായിരിക്കും, മറ്റേത് കുറച്ചൊരു കയറിയിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും, പെർഫെക്ഷൻ ആവണമെന്നില്ല. എനിവേ, അപ്പോൾ ആ കട്ടിങ്സിൻ്റെ സ്ഥലത്തൊക്കെ നമ്മൾ കൂടുതൽ കൊഴുപ്പ് വലിച്ചു കളയും. സോ ദാറ്റ് എന്താ വെച്ചാൽ ആ മസിലും ആ തൊലിയും നമ്മൾ അടുത്തടുത്ത് വരാൻ തുടങ്ങും. അപ്പോൾ അവിടെ ചുങ്ങി വരും. പ്ലസ് അതിനകത്ത് കൂടെ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി ഒക്കെ കൊടുക്കാമെങ്കിൽ കുറച്ചും കൂടി ടൈറ്റ്നെസ് അവിടെ വരും. സോ ദാറ്റ് നമുക്കൊരു ഇല്യൂഷനാണ് നമ്മുടെ ബാക്കി സാധനങ്ങളെല്ലാം ഇതാണെന്ന്. പ്ലസ് നമ്മൾ മൊത്തമായിട്ട് നമ്മൾ തിൻ ചെയ്യും, മൊത്തമായിട്ട് എല്ലാവിടെയും ഫാറ്റ് കുറേ കുറയ്ക്കും. അപ്പം തന്നെ അടിയത്തെ മസിൽസ് കുറച്ചും കൂടി ഒബ്വിയസ് ആയിട്ട് കാണാൻ പറ്റും.
പ്ലസ് ഇതും കൂടി ചെയ്യുന്ന സമയത്ത് ഹൈ ഡെഫിനേഷൻ ഡിഫറൻഷ്യൽ ലൈപ്പോസക്ഷൻ ചെയ്തു വെച്ചാൽ നമുക്ക് 6 പാക്സ് ആയിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇഷ്ടമാരി ചെയ്യും. ഐ മീൻ ഇത് ഇത് ഫോർ ആക്ടേഴ്സ് ഓർ അങ്ങനെ സാധാരണ ആൾക്കാർ? സാധാരണ ആൾക്കാർക്ക് അത് ഓരോ ആൾക്കാരുടെ ആഗ്രഹമല്ലേ, അപ്പൊ അവർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കും. നമുക്ക് അത് വലിയ എഡീഷണൽ ടൈം ഒന്നും എടുക്കുന്ന കാര്യമല്ല. കുറച്ച് കൂടുതൽ ടൈം എടുക്കും, മേ ബി ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് കൂടുതൽ എടുക്കുമായിരിക്കും. ഈ 15 മിനിറ്റ് കൊണ്ട് ബിരിയാണി എന്നൊക്കെ പറയുന്നത് 15 മിനിറ്റ് കൊണ്ട് ശരിക്കും സർജറി ഉണ്ടാക്കാൻ അങ്ങനെയല്ല, പറ്റും. അല്ലല്ല, നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ ലൈപ്പോസക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ ജനറൽ ആയിട്ട് ലൈപ്പോസക്ഷൻ ചെയ്യുന്ന സമയത്ത് എഡീഷണൽ ആയിട്ട് ഒരു 15-20 മിനിറ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ 6 പാക്സിന്റെ സാധനങ്ങൾ ചെയ്തു കൊടുക്കാൻ മീനിങ് ചെയ്തത്. ഇൻ ജനറൽ നമുക്ക് ലൈപ്പോസക്ഷൻ ചെയ്യാനുണ്ട്. അപ്പൊ ആ സമയം ചിലപ്പോൾ നമുക്ക് 2 hours 3 hours പ്രൊസീജിയർ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഈ കട്ടിങ്സ് ഒക്കെ ഉണ്ടാക്കണം വെച്ചാൽ ഇറ്റ് വിൽ ടേക്ക് എഡീഷണൽ ഇത്രയും സമയം. ബട്ട് അതിന്റെ എക്യുപ്മെന്റ് വേണം, കറക്റ്റ് എക്യുപ്മെന്റ് വേണം. അത് ഇമ്പോർട്ട് ചെയ്യണം. അത് ഓൾമോസ്റ്റ് എല്ലാം ഇമ്പോർട്ടഡ് ഒക്കെ ആയിരിക്കും മെയിൻലി ഉണ്ടാവുന്നത്. ബട്ട് അതിന്റെ ആ ഒരു ഷേപ്പിൽ ഒരു സാധനം, അതിന്റെ ആ മെഷീൻസ് ഒക്കെ കറക്റ്റ് ആയിട്ടിരിക്കുക ഇറ്റ് വിൽ ടേക്ക് ഓൺലി ദാറ്റ് മച്ച് ടൈം. ഓക്കെ നമ്മൾ ഇപ്പോൾ ലിപ്പോസക്ഷൻ എന്നുള്ള ടേം യൂസ് ചെയ്തു. അപ്പോൾ ശരിക്കും ശരീരത്തിലെ കൊഴുപ്പ് സർജറി കൊണ്ട് എടുത്ത് മാറ്റുകയാണോ? ശരിക്കും എന്താ ലിപ്പോസക്ഷൻ? ഒരു ക്ലാരിറ്റി തരും. ഓക്കെ, ലൈപ്പോസക്ഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി കൊഴുപ്പ് സക്ക് ചെയ്ത് പുറത്തോട്ട് കളയാം, അതാണ് ലൈപ്പോസക്ഷൻ. ഓക്കെ, അപ്പൊ അത് ചെറിയ ദ്വാരത്തിനകത്ത് കൂടെ ചെയ്യുന്നു. പക്ഷെ ചെറിയ ദ്വാരത്തിനകത്ത് കൂടെ ചെയ്ത് നമ്മൾ കൊഴുപ്പ് വലിച്ചു എന്ന് വെച്ചാൽ അത് നമ്മൾ സാധാരണ മുറിവ് കട്ട് ചെയ്യുന്ന വെച്ചാൽ അവിടെ ബ്ലീഡിങ് വരണ്ടേ. അപ്പൊ നമ്മൾ ഈ കൊഴുപ്പ് വലിച്ചു വെച്ചാൽ അതിനകത്ത് ബ്ലീഡിങ് വന്ന് അകത്ത് കംപ്ലീറ്റ്ലി ഇതായി ബ്ലഡ് കട്ട പിടിച്ച് കിടക്കില്ലേ. ബട്ട് അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ശരീരത്തിന്റെ അടിയിൽ നമ്മളൊരു ട്യൂമിസെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലൂയിഡ് ഇഞ്ചെക്ട് ചെയ്യും. ഈ ട്യൂമിസെന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ടോൺ കുറച്ചും കൂടി കൂട്ടും. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ അത് ബ്ലഡ് വെസൽസിനെ കംപ്ലീറ്റ് ചുരുക്കും, രക്തക്കൊഴലിനെ കംപ്ലീറ്റ്ലി ചുരുക്കും. അപ്പം നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു രക്തക്കൊഴലാണ്, അത് ഇത്ര ഉണ്ടായിരുന്നു, അത് ചുരുങ്ങി ഈ സൈസ് ആയി എന്ന് വെച്ചാൽ നമ്മുടെ ക്യാനല പോയി രക്തക്കൊഴലത്ത് ടച്ച് ചെയ്താലും ഇവൻ അവിടുന്ന് മാറിപ്പോവും. ആൻഡ് അവൻ ഈ രക്തക്കൊഴൽ കട്ടാവില്ല. അപ്പം യൂഷ്വലി എന്ത് പറ്റും, നമ്മൾ വരുന്ന കൊഴുപ്പെല്ലാം ലിക്വിഫൈഡ് ആയിട്ടായിരിക്കും വരുന്നത്. ലിക്വിഫൈഡ് ആയിട്ട് മഞ്ഞ കളറിൽ വരും, നെയ് വരുന്ന വരെ പുറത്തോട്ട് വരും. അതാണ് ട്യൂമിസെന്റ് ലൈപ്പോസക്ഷന്റെ ഒരു ഗുണം. അപ്പം നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ചെയ്യേണ്ടി വരും, പല ഇൻസിഷൻസ് ഇട്ടും ചെയ്യേണ്ടി വരും. ഇൻസിഷൻസ് യൂഷ്വലി 3 mm 4 mm ഇൻസിഷൻസിൽ കൂടെ ആയിരിക്കും പലപ്പോഴും അത് ചെയ്യുന്നുണ്ടാവുന്നത്. പല സ്ഥലങ്ങളിലും നമുക്ക് ക്രോസ് ആയിട്ടൊക്കെ ചെയ്യേണ്ടി വരും, സോ ദാറ്റ് അത് കാണാനൊരു ഇത് അൺഈവൻ ആവാണ്ടിരിക്കാൻ വേണ്ടി, സ്ട്രീക്സ് വരാണ്ടിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മാത്രം ചെയ്താൽ ലൈൻസ് വരും, 2 സ്ഥലത്തും ചെയ്തെന്ന് വെച്ചാൽ ക്രോസ് വരുന്ന സമയത്ത് നമുക്ക് ആ ലൈൻസ് അങ്ങനെ കാണില്ല. ഇതിന് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ടോ? അതായത് കൃത്യമായിട്ട് സപ്ലിമെന്റ്സ് എടുത്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? നമുക്ക് നിങ്ങൾ ലൈപ്പോസക്ഷൻ ചെയ്ത് നല്ല ടോൺ ബോഡിയൊക്കെ ആയി, എന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ബോഡി നന്നായി, ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് പുട്ടടിക്കാൻ എക്സസൈസ് ഒന്നും ചെയ്യാൻ വയ്യ, നമ്മുടെ നിറച്ചും ഭക്ഷണം കഴിച്ചാൽ അത് വരാം. എക്സസൈസ് ചെയ്യുന്നില്ല, മന്തിയെടുത്ത് കഴിച്ചുകൊണ്ട് മാത്രമല്ല, മന്തിയെടുത്ത് കഴിക്കാൻ അതിന്റെ കൂടെ നിങ്ങൾ ഫുൾ ജിമ്മിലൊക്കെ ഇപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വരില്ല. പക്ഷെ അതല്ല, നമ്മൾ എല്ലാം ബാലൻസിലായിരിക്കണം. ഫുഡ് ആൻഡ് എക്സസൈസ്, ടൈപ്പ് ഓഫ് ഫുഡ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് യുവർ എക്സസൈസ്. അപ്പൊ അങ്ങനെ അതൊക്കെ നമ്മൾ നോക്കണം. ഡ്രിങ്കിങ് വാട്ടർ, സ്ലീപ്പ്, ഇതെല്ലാം നല്ലതാകുമ്പോഴാണ് നമ്മളെ ബോഡിയുടെ മൊത്തമായിട്ട് ഇതായിട്ട് വരുന്നത്. ആൻഡ് ഓൾസോ യുവർ എന്താ പറയുന്നത്, നമ്മളുടെ സൈക്കും ഭയങ്കര സൈക്ക് ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മളുടെ മെന്റൽ ഹാപ്പിനെസ് ഉണ്ടെന്ന് വെച്ചാൽ ദാറ്റ് ഓൾസോ വിൽ സി. എത്രയോ ആൾക്കാരുണ്ട് ഭയങ്കര ശാന്തമായിട്ടിരിക്കുന്ന ആൾക്കാരെ നോക്കിയെന്ന് വെച്ചാൽ അവർക്ക് 60 വയസ്സ് 70 വയസ്സ് വെച്ചാൽ ഒരു ലൈൻ പോലും നെറ്റിയിൽ കാണില്ല. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട്, അവർ ശരീരം നോക്കുന്നുണ്ട്, അവർ ഉറങ്ങുന്നുണ്ട്, സമയത്ത് ഉറങ്ങുന്നുണ്ട്, കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറെ കൂടി ഓർഗാനിക് ഫുഡായിരിക്കും അവർ കഴിക്കുന്നത്. അവർ ശ്വസിക്കുന്ന വായുവിൽ അറിയില്ല പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇതുണ്ട്. ബട്ട് എന്നിരുന്നാലും അവർ താമസിക്കുന്ന സ്ഥലമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? ഫൈൻ. സോ നമുക്ക് ജെൻഡർ അഫർമേഷൻ സർജറിയിലേക്ക് പോകാം. എന്താണ് ശരിക്കും ഒരു ജെൻഡർ അഫർമേഷൻ സർജറി? ജെൻഡർ സെക്സ് എന്ന് വെച്ചാൽ, സെക്സ് നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള ഇത് വെച്ചിട്ടാണ്, എക്സ്റ്റേണൽ ജെനിറ്റലിയ വെച്ചിട്ടാണ് നമ്മൾ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് യൂഷ്വലി ഡോക്ടറോ നഴ്സോ ആയിരിക്കും പറയുന്നത് ആൺകുട്ടി പെൺകുട്ടി. പെനിസ് ഉണ്ടെങ്കിൽ ബോയ്, വെജിന ഉണ്ടെങ്കിൽ ഗേൾ, അങ്ങനെ പറയുന്ന. ജെൻഡർ അഫർമേഷൻ, ജെൻഡർ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സാധനമാണ്. നമ്മുടെ മനസ്സിൽ നമുക്കൊരു തോന്നുന്നുണ്ട് ഞാൻ ആണാണെന്ന് തോന്നുന്നത് വെച്ചാൽ നമ്മൾ ആണാണ്. അതിനകത്ത് പുറത്തുള്ള ബാഹ്യമായിട്ട് എന്താ ഉള്ളത്, ഇറ്റ് ഇസ് നോട്ട് റെലവൻറ്റ്. മറ്റേത് വെച്ചിട്ടാണ് മനസ്സിനകത്തുള്ളതാണ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. കാരണം വെച്ചാൽ നമ്മളുടെ ശരീരം അല്ല, നമ്മളുടെ ഉള്ളിലുള്ള മനസ്സാണ്, അല്ലേ? ശരിയാണ്. അല്ലാന്ന് വെച്ചാൽ നമ്മളുടെ
എന്തെങ്കിലും അപകടം പറ്റിയിട്ട് നമ്മുടെ ഒരു കൈയും ഒരു കാലും ചിലപ്പോൾ 2 കൈയും 2 കാലും പോയി എന്ന് വെച്ചാൽ നമ്മൾ പകുതി ബോഡിയുള്ളൂ. അപ്പോൾ നമ്മൾ പകുതി നമ്മളാവോ? ഇല്ല 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 ഇല്ല, ശരിയാണ് നമ്മളുടെ ശരിയാണ്. മനസ്സിലുള്ള സാധനമാണ് നമ്മൾ. ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ജെൻഡർ എഫർമേഷൻ എന്ന് പറയുന്നത്. ജെൻഡറിനെ നമ്മൾ കറക്റ്റ് ആക്കുന്നു. അതിനെ നമ്മൾ കറക്റ്റ് ആക്കുന്നതല്ല, ജെൻഡറിനെ നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്നു. അതാണ് അതിന്റെ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണോ മനസ്സ് പറയുന്നത് ശരീരത്തിന് നൽകുന്നു. ആൻഡ് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇത് കുട്ടി വലുതാകുമ്പോൾ ഇങ്ങനെ പോകുന്ന ചില സിനിമകൾ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ അന്തരീക്ഷമാണ് നമ്മളെ തീരുമാനിക്കുന്നത് നമ്മൾ എന്താക്കുന്നു. ഹൗ യു ആർ നേർച്ചേർഡ്, നേർച്ചർ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദൻ നേച്ചർ എന്ന് കുറെ ആൾക്കാർ ഒരു കാലത്ത് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു ആൺകുട്ടി പെൺകുട്ടികളോട് ഡാൻസ് പഠിക്കുന്നു, സ്വാഭാവികമായിട്ട് പെൺകുട്ടിയായി മാറുന്നു. അങ്ങനത്തെ ഒരു അതൊക്കെ ജസ്റ്റ് ബാലിശമായിട്ടുള്ള ചിന്താഗതികളാണ്. ശരിക്കും പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് ചോദിക്കുകയെന്ന് വെച്ചാൽ പലപ്പോഴും അവർ പറയുന്നത് എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽക്ക് അങ്ങനെ ഉണ്ട്. അല്ല ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് 6th സ്റ്റാൻഡേർഡ് അല്ല 8th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോൾ എനിക്ക് അറിയാൻ തുടങ്ങിയതാണ്. അങ്ങനെ പറയും. ചില ആൾക്കാർ റയർലി അവർ പറയും അവർക്ക് എന്താ പറയുക പ്യൂബർട്ടി ആവുന്ന സമയത്ത് മേ ബി 12 to 14 ആ സമയത്തൊക്കെ തോന്നുന്നു പറയും. പക്ഷേ സ്റ്റഡീസ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പല ബ്രെയിനിൽ കുറേ ചേഞ്ചസ് ആർ ദെയർ ഈവൻ ഫ്രം യുവർ ബർത്ത്. അപ്പോൾ ഒരു സിസ്മാനും ഒരു ട്രാൻസ്മാൻ്റെയും ബ്രെയിനിൻ്റെ ഷേപ്സ് കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അതിനകത്ത് ഹൈപ്പോതലാമസിൽ ചില ന്യൂക്ലിയൈ ഉണ്ട്. ആ ന്യൂക്ലിയൈ സിസ്മാന് ഭയങ്കര എൻലാർജ്ഡ് ആണ്, പക്ഷെ ഒരു സിസ് വുമണ് ചെറുതായിരിക്കും. പക്ഷെ എന്താണ് സിസ്മാനും സിസ് വുമൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആളുടെ എക്സ്റ്റേണൽ ജെനിറ്റീലിയം ജെൻഡറും സെയിം ആണെങ്കിൽ അതിന് സിസ് എന്ന് പറയും. ഓക്കെ. അപ്പൊ അത് സിസ്മാൻ സിസ് വുമൺ. ഓക്കെ ഓക്കെ. ഇപ്പൊ അവരുടെ ജെൻഡറും സെക്സും ഡിഫറെന്റ് ആണെങ്കിൽ അത് ട്രാൻസ്മാനും ട്രാൻസ്വുമണും. ഓക്കെ. അപ്പൊ ഇതിനകത്ത് കണ്ടുപിടിച്ചിരിക്കുന്നത് സിസ്മാന്റെയും ട്രാൻസ്മാന്റെയും ബ്രെയിനിന്റെ ഞാൻ പറഞ്ഞ ചില ന്യൂക്ലിയൈ വലുതായിരിക്കുന്നത് കാണുന്നത് രണ്ടും അങ്ങനെ കാണാൻ പറ്റും. ഗോസ് ടു ഷോ ദാറ്റ് ഇറ്റ് ഇസ് ദെയർ ഫ്രം ബർത്ത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നത്, അങ്ങനെ അതിൻ്റെ കാര്യങ്ങളാണ്. ഓക്കെ. ഇപ്പോൾ ഒരു ട്രാൻസ് വുമൺ ആയിട്ട് ഒരാൾക്ക് മാറണം എന്ന് വിചാരിക്കുക. സോ അപ്പോൾ ആക്ച്വലി ഈ പെനിസ് എടുത്ത് കളയുക എന്നിട്ട് അവിടെ ഒരു വെജീന സർജിക്കലി ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? പെനിസ് എടുത്ത് കളയുന്നില്ല, പെനിസിന്റെ ഭാഗം എടുത്ത് കളയുന്നത് മാത്രമേ ഉള്ളൂ. പെനിസിൽ പല ഭാഗങ്ങളുണ്ട്. അതിനകത്ത് ഗ്ലാൻസ് പെനിസ് ഉണ്ട്, കോർപ്പോറ ഉണ്ട്, സ്പോഞ്ചിയോസോ ഉണ്ട്, യുറേത്ര ഉണ്ട്, അങ്ങനെ കുറേ സാധനമുണ്ട്. അപ്പോൾ അതിനകത്ത് ഗ്ലാൻസ് പെനിസിനെ നമ്മൾ ഭാഗികമായിട്ട് റീറ്റെയിൻ ചെയ്യും, എന്ന് വെച്ചാൽ അവർക്ക് സെക്ഷൽ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. മറ്റേതെല്ലാം നമ്മൾ എടുത്ത് മാറ്റിക്കളയും. യുറേത്രയുടെ നീളം കുറയ്ക്കും, ഡയറക്ഷൻ മാറ്റും, മൂത്രമൊഴിക്കുന്നതിന്റെ ഡയറക്ഷൻ മാറ്റിയിട്ട് ഇതാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ആണായിട്ടിരിക്കുമ്പോൾ മൂത്രമൊഴിക്കുന്ന രീതിയിലല്ല, ആഫ്റ്റർ അഫർമേഷൻ സർജറി മാറും. അതെ, നമ്മൾക്ക് എക്സാക്ട്ലി ലൈക്ക് വിമൻ ആക്കി മാറ്റണം. ഇപ്പൊ സ്ത്രീകള് എപ്പോഴും ഇരുന്നിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ തന്നെയായിരിക്കും ഒരു ജെൻഡർ അഫർമേഷൻ സർജറി ചെയ്തിട്ടുള്ള. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇപ്പൊ ഒരു വെജീന ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക, അത് അതിനുള്ള മസിൽസ് അല്ലെങ്കിൽ അതിനുള്ള ടിഷ്യൂസ് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ആക്ച്വലി നമ്മുടെ ലിംഗത്തിന്റെ തൊലിയും നമ്മുടെ സ്ക്രോട്ടത്തിന്റെ തൊലിയും ഉപയോഗിച്ചിട്ട് നമുക്ക് അത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് കുടൽ വെച്ചിട്ട് ഉണ്ടാക്കാം. ഇതാണ് യൂഷ്വലി നമ്മൾ രണ്ടും ചെയ്യുന്ന ഒരു ടെക്നിക്സ്. ഇപ്പൊ ഈ സർജറിയിൽ കോംപ്ലിക്കേഷൻ വന്നിട്ട് ഒരുപാട് ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്കൊക്കെ പോയിട്ടുള്ള ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കാണും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രാൻസ്ജെൻഡർ ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ അത് വായിച്ചിട്ടുണ്ടായിരിക്കും അത്. അപ്പം ഇങ്ങനത്തെ കേസസിലേക്കൊക്കെ പോകുന്നത് ശരിക്കും ഒരു ചികിത്സാ പിഴവ് കൊണ്ടാണോ? എന്താ ശരിക്കും അവിടെ മിസ്മാച്ച് വരുന്നത്? ഇതിനകത്ത് ഇതൊക്കെ ഹൈലി കോംപ്ലിക്കേറ്റഡ് സർജറീസ് ആണ് ഒന്ന്. രണ്ടാമതെന്താണെന്ന് ചോദിച്ചാൽ ആ ലൊക്കേഷൻ അങ്ങനത്തെ ലൊക്കേഷൻ, അതായത് നമ്മൾക്ക് അവിടെ മലദ്വാരം അടുത്തുണ്ട്, മൂത്രത്തിൻ്റെ ട്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എപ്പോഴും കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. എസ്പെഷ്യലി ഒരു ട്രാൻസ്വുമൻ്റെ സർജറി ചെയ്യുന്ന സമയത്ത് ഇല്ലാത്ത സ്പേസാണ് നമ്മളവിടെ ഉണ്ടാക്കുന്നത്. നമുക്കവിടെ സാധാരണ ഒരു പുരുഷന് നമുക്കറിയാം, നമുക്ക് മൂത്രസഞ്ചിയുണ്ട്, മൂത്രസഞ്ചിയുടെ താഴത്തോട്ട് വരുമ്പോൾ പ്രോസ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഗ്രന്ഥിയുണ്ട്.
അപ്പോൾ ഈ പ്രോസ്റ്റേറ്റിൽ നിന്ന് ഗ്രന്ഥിയും റെക്റ്റവും അതായത് മലദ്വാരവും തമ്മിൽ ഒട്ടി ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ സ്പേസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഒരു പുരുഷനും ഒരു സ്ത്രീയുടെയും ഈ ഹിപ്പിന്റെ ബോണിന്റെ ഷേപ്പ് തന്നെ വേറെയാണ്. സ്ത്രീയുടെ ഷേപ്പ് എന്ന് വെച്ചാൽ കുറെ കൂടി വലുതാണ്. കാര്യം എന്ന് വെച്ചാൽ അവര് പ്രസവിക്കണ്ടേ, അവർക്ക് കുട്ടി വേണ്ടേ, അവർ ഗർഭമൊക്കെ ആവുന്ന സമയത്ത് അതിന് സ്പേസ് വേണം. അപ്പം അതുകൊണ്ട് ആസ് സച്ച് അതൊരു ഗൈനക്കോയിഡ് പെൽവിസ് ആണ്. ആ പെൽവിസിന്റെ ഷേപ്പ് വ്യത്യാസമാണ്. ഈ ഷേപ്പ് അല്ല ആണിനുള്ളത്. ആണിന്റെ ഷേപ്പ് കുറച്ചും കൂടി ചെറുതാണ്, അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. പ്ലസ് ഇങ്ങനെ പ്രോസ്റ്റേറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സ്പേസ് ഇല്ല. ആ സ്പേസ് ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും റിസ്ക് ഉണ്ട്. ഒന്ന്, നമ്മൾ കുടലിൽ എന്താ പറയുന്ന ഈ രക്തത്തിൽ എന്തെങ്കിലും ഒരു ദ്വാരം വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചുരുങ്ങി പോകാൻ സാധ്യത. ബിക്കോസ് എപ്പോഴും നേച്ചർ എന്താ നോക്കുന്നത്, അതിന് വീണ്ടും അടപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് പിന്നെ മൂന്നാമത്തത് അവർ പ്രോപ്പറായിട്ട് അതിനെ കെയർ ചെയ്യാനുണ്ട്. 1 year ലിറ്ററലി നമ്മൾ 3 നേരമായിട്ട് നമ്മൾ ഡയലറ്റേഷൻ ചെയ്യണം. വെജേരിയയുടെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു ഇത് വെച്ചിട്ട് നമ്മൾ ഡയലേറ്റേഴ്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ പാസ് ചെയ്ത് ഇത് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 15 minutes per day 3 times a day നമ്മളത് ചെയ്യണം. അപ്പം അങ്ങനെ ഇത് എളുപ്പമുള്ള കാര്യമല്ല, അത് ഭയങ്കര ഡിഫിക്കൽട്ട് കാര്യമാണ്. ബട്ട് ദേ ഗോ ടു സോ മച്ച്. ഇതിനു മുമ്പൊക്കെ ഇപ്പൊക്കെ സർജറിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് സർജറിയൊക്കെ ലീഗലൈസ് ചെയ്തത് 2014 ആണ്. 2014 മുമ്പ് പലപ്പോഴും പല സ്ഥലങ്ങളും ക്വാക്സിൻ്റെ അടുത്ത് പോയിട്ട് അവർ തിളക്കണ എണ്ണ ഒഴിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് അത് കട്ട് ചെയ്ത് കളയും. എത്രയോ ആൾക്കാർ മൂത്രമൊഴിക്കാൻ പറ്റാണ്ട് ഡെയിലി മുട്ടുസൂചി വെച്ച് കുത്തിയിട്ടാണ് ആ മൂത്രം പുറത്തോട്ട് കൊണ്ടുവരുന്നത്. അത്രയും ഭയങ്കര ഇതാണ്. എന്ന് വെച്ചാൽ ബട്ട് എന്നാലും അത് അവർ റിപ്പീറ്റഡ്ലി ചെയ്യുമായിരുന്നു. ഇപ്പം കമ്മ്യൂണിറ്റിയിലുണ്ട്, ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ നിൽക്കാൻ ഒരാൾ ചെയ്യുന്നു, പിന്നെ അടുത്ത ആൾ ചെയ്യുന്നു, പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ അടുത്ത ആൾ പിന്നെയും ചെയ്യുന്നു. കാര്യം വെച്ചാൽ അവർക്ക് അത്രയും ഡിസ്ഫോറിയാണ്, അവരുടെ ശരീരത്തോട് അത്രയും ദേഷ്യമാണ്. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.